ബി.ജെ.പിക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഇല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്ന വാർത്ത പുറത്തു വരുന്നു. ആ വാർത്ത നൽകുന്നത് മറ്റാരുമല്ല, പ്രതിപക്ഷ പാർട്ടികളിലെ അതായത് INDA മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ പറഞ്ഞത് തങ്ങൾ 370 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ്. അതായത് ബി.ജെ.പി പോലും 370 സീറ്റാണ് പറയുന്നത്. ഇതുവരെ നടന്ന സർവേകളിലെല്ലാം ഈ സംഖ്യയ്ക്ക് അടുത്ത് വരുന്ന സീറ്റുകൾ തന്നെയാണ് പ്രവചിച്ചിട്ടുള്ളത്. പക്ഷേ കാശ്മീരിലെ പ്രധാനപ്പെട്ട പാർട്ടി നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് ഫറൂഖ് അബ്ദുള്ള കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ബി.ജെ.പി 400 സീറ്റും നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ മകൻ ഒമർ അബ്ദുള്ള പറഞ്ഞത് 400 സീറ്റിലധികം നേടി തന്നെ ബി.ജെ.പി അധികാരത്തിൽ വരുമെന്നാണ്. ഇപ്പോഴിതാ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി, അതായത് നമ്മുടെ ഗുലാം നബി ആസാദിൻ്റെ പാർട്ടിയാണ്, കോൺഗ്രസ് വിട്ട ഗുലാം നബി ആസാദിൻ്റെ പാർട്ടിയാണ്. അദ്ദേഹം പറയുന്നത് 400 അല്ല അതിലും മേലെ ബി.ജെ.പി നേടി അധികാരത്തിൽ വരും. അതിന് പ്രധാന കാരണം പ്രതിപക്ഷമാണ്. ദുർബലമായ പ്രതിപക്ഷവും ഈ ബി.ജെ.പിക്കെതിരെ മോദിക്കെതിരെ ഒരു ആരോപണം പോലും കൊണ്ടുവരാൻ പോലും കെൽപ്പില്ലാത്ത ഒരു പ്രതിപക്ഷം, ഒപ്പം തന്നെ ശക്തനായ ഒരു ഭരണാധികാരി. അതുകൊണ്ട് തന്നെ 400 സീറ്റിന് മുകളിൽ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് അദ്ദേഹം ഒരു പൊതുസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതായത് മാറ്റത്തിൻ്റെ കാറ്റ് കാശ്മീരിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6 ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് കാശ്മീരിലുള്ളത്. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം ബി.ജെ.പിക്ക് 400 സീറ്റിന് മുകളിൽ ലഭിക്കുമെന്ന് തന്നെ പറയുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ബി.ജെ.പി ഒരു കുതിച്ചു കയറ്റം നടത്തുന്നു എന്ന് തന്നെയാണ്. ബി.ജെ.പിയുടെ നേതാവ് അമിത്ഷാ 370 സീറ്റ് പറയുമ്പോഴാണ് 400 മുകളിൽ ലഭിക്കുമെന്ന് കാശ്മീരിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളായ നേതാക്കന്മാർ, ആ പാർട്ടികളുടെ നേതാക്കന്മാരായ ഒമർ അബ്ദുള്ളയും ഗുലാം നബി ആസാദും ഫറൂഖ് അബ്ദുള്ളയും അടക്കം പറയുന്നത്. ഏതായാലും ഇനി വരാനുള്ളത് PDP നേതാവ് മെഹബൂബ മുഫ്തിയുടെയാണ്. അധികം വൈകാതെ ആ പ്രസ്താവനയും എത്തും. ഏതായാലും നിലവിൽ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നതും ഇപ്പോൾ നിലവിലുള്ളതും 6-ൽ 3 സീറ്റും ബി.ജെ.പിക്കാണ്. ഇനി അത് 4ആയി ഉയർന്നാൽ പോലും അതൊരു വലിയ വിജയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.